ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൊറ്റംകുളങ്ങര ദേവിക്ഷേത്രം കൊല്ലം ജില്ലയിലെ ചാവറ ഗ്രാമത്തിലെ ഒരു അമ്പലമാണ്. അവിടുത്തെ വളരെ പ്രസിദ്ധമായ ഒരു ഉത്സവമാണ് ചമയവിളക്ക്. ആ സമയത്ത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ, പ്രധാനമായിട്ടും പെൺവേഷം കെട്ടിയ ആണുങ്ങൾ, അവർ വിളക്കെടുക്കുന്ന ഒരു ആചാരമുണ്ട്. ഈ ആചാരം വളരെ പ്രസിദ്ധമാണ്. എല്ലാ വർഷവും നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കി കാണാം, ഓരോ വർഷവും ആഘോഷത്തിൻ്റെ വീഡിയോസൊക്കെ വരുന്നത്. ഈ ആചാരങ്ങളെക്കാളുപരി ഈ പുരുഷന്മാർ വേഷം മാറി സ്ത്രീകളായി വരുമല്ലോ, നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലൊരു ട്രാൻസ്ഫോർമേഷനാണ്. നമുക്ക് മനസ്സിലാവുകയുമില്ല ആളുകൾ അങ്ങനെ വേഷം മാറി വന്നിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇവർ ഒരുങ്ങി വരുന്നത്. ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ജാസി പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ജാസി ഒരു ഇൻഫ്ലുവൻസറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അവർ ഇത്തവണ പോയത് വിളക്കെടുക്കാനല്ല, തൊഴാൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ ചെന്ന ജാസിയുടെ കയ്യിൽ വിളക്കില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ വളഞ്ഞുകൂടി നിന്ന് അവരെ തടഞ്ഞു. ആ ഒരു സംഭവം വീഡിയോ ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ആ വിഷയമാണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. വിളക്കെടുക്കാൻ വന്ന ആള് നിങ്ങൾ വിളക്കെടുക്കാൻ വന്ന ആള് അവിടെ എനിക്കറിയാം. അതിൻ്റെ ഏറ്റവും അവസരം പറഞ്ഞത് എനിക്ക് ആളറിയാം. ഈ ആളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ചൊറിയാൻ വേണ്ടി ചെന്ന സംഗതിയല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഇത്ര ആവേശം കൊണ്ട് ഒരാൾ വിളക്കെടുക്കാതെ അവിടെ ചെന്നികൾ പറഞ്ഞ് ഞാൻ വിളക്കെടുക്കാൻ വന്നതല്ല, ഞാൻ തൊഴാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്ര പ്രശ്നം? അത് ഒന്ന് രണ്ടും പേരല്ല, വളഞ്ഞുകൂടി എന്നാണ് ചോദിക്കുന്നത്. ഒരു വ്യക്തിയെ നടുക്ക് നിർത്തിയിട്ട് 4 വശം നിന്ന് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഭക്തന്മാരെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? സംഗതികൾ എൻ്റെ സംശയമാണ്. കാരണം ആചാരം എന്തിനു വേണ്ടിയുള്ളതാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ആചാരം എന്ന് പറയുന്നതും വിശ്വാസം എന്ന് പറയുന്നതും ദൈവം എന്നൊക്കെ പറയുന്നതും എനിക്ക് വലിയ വിലയുള്ളൊരു കാര്യമല്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഒരു ഭക്തൻ എന്ന നിലയിൽ ഈ ആചാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് ദേവപ്രീതിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദേവി പ്രീതിക്ക് വേണ്ടിയോ ഒക്കെ ചെയ്യുന്നൊരു കാര്യം അല്ലേ? അപ്പോൾ അവിടെ ഡിസിഷൻ എടുക്കേണ്ട ആരാ? ഭക്തജനങ്ങളാണോ അല്ലെങ്കിൽ ഈ ദേവീദേവന്മാരാണോ? അപ്പോൾ ദേവീദേവന്മാർക്ക് തോന്നുന്നത് പ്രോപ്പറായിട്ടല്ല വന്നിരിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് പ്രീതി അങ്ങോട്ട് ഇല്ലാതാക്കി വിട്ടാൽ പോരെ? അപ്പോൾ തന്നെ ഈ വിശ്വാസികൾ ഈ ദൈവത്തെ അങ്ങോട്ട് ടോക്സിക് ആയി കളയും. ഈ ദൈവം എന്ന് പറയുന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ ദേവികളോ ദേവന്മാരോ എന്ന് പറയുന്ന കഥാപാത്രങ്ങളെ ടോക്സിക് ആയി കളയും. ഒരാൾ വന്ന് തെറ്റ് ചെയ്താൽ പിന്നെ മൊത്തം ആളുകൾക്കെതിരെ അങ്ങോട്ട് കൊടുവാളെടുക്കുന്ന രീതിയിലുള്ള ക്രൂരനായ ഒരു സംഗതിയായിട്ട് ദൈവത്തിനെ അവതരിപ്പിക്കും. എന്തായാലും ബാക്കിയുള്ള ഭാഗം കണ്ടുപോകാം. ഇപ്പൊ പോയതാള് ഈ 5 മുമ്പ് ആള് പോയത്. നിങ്ങളെ വീഡിയോസ് ഒന്ന് കാണിച്ചു കൊടുക്കും. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം. എന്തല്ല അവസ്ഥ? വെരിഫിക്കേഷൻ ആണ്. എന്തൊക്കെ പരിശോധിക്കണം? വീഡിയോ കണ്ട് ബോധ്യപ്പെടണം. നിങ്ങൾക്കെന്തിനാ ബോധ്യപ്പെടുന്നത്? ഈ ദേവിക്ക് ബോധ്യപ്പെടാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ലേ? ദൈവങ്ങൾക്കൊന്നും ഈ ബോധ്യപ്പെടാനുള്ള കപ്പാസിറ്റി അല്ലേ? എല്ലാം കാണുന്നവരല്ലേ അവര്? എല്ലായിടത്തുമുണ്ട്, സർവ്വവ്യാപി, സർവശക്തൻ, എല്ലാം കാണുന്നവൻ ഒക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമേ ഈ ആളുകളുടെ ഭക്തി മനസ്സിലാകുകയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, ഈ ദൈവങ്ങളെയൊക്കെ അപമാനിക്കുന്ന സത്യത്തിൽ വിശ്വാസികളല്ല, നിരീശ്വരവാദികളൊന്നുമല്ല, വിശ്വാസികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ദൈവത്തെയും ഈ ദേവീ സങ്കല്പങ്ങളെയും ദേവസങ്കല്പങ്ങളും ഒക്കെ നാണം കെടുത്തുന്നത്. ചിലയിടങ്ങളിൽ ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിച്ച് നോക്കുക, ആധാർ കാർഡ് പരിശോധിച്ച് നോക്കുക, പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോ. ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. പ്രഗ്നൻസി പോലുള്ള സാഹചര്യങ്ങളിൽ കയറാൻ പാടില്ല. അപ്പോൾ അതറിയാൻ വേണ്ടി എത്ര മാസമായി എന്നറിയണ സംഭവങ്ങൾ. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അകത്തേക്ക് വിടുകയുള്ളൂ. ഇതൊന്നും ദൈവത്തിനൊന്നും അറിയാൻ പാടില്ല ഈ സംഭവം. അവർ പറയുന്നുണ്ട്, ഞാൻ വിളക്കെടുക്കാൻ വേണ്ടി വന്നതാണ്, എൻ്റെ കൂടെ വന്ന അവർ പറയുന്നുണ്ട്, ഞാനല്ല വിളക്കെടുക്കാൻ വേണ്ടി വന്നത്, എൻ്റെ കൂടെ വന്ന വ്യക്തിയാണ്. അവർ അപ്പോൾ കൂപ്പൺ എടുത്തു എന്നുള്ള ചോദ്യം. അവർ കൂപ്പൺ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. മറ്റൊരു കാര്യം ആഡ് ചെയ്യുന്നത്, എനിക്ക് വിളക്കെടുക്കാൻ പാടില്ല കാരണം ഞാൻ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ്. അവർ ലിംഗഭേദം വരുത്തിയ ട്രീറ്റ്മെൻറ്റിലാണെന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് അവർക്ക് വിളക്കെടുക്കാൻ പാടില്ല. അവർക്ക് തൊഴാൻ വരുന്നില്ല. എന്താ പ്രശ്നം? വിളക്കെടുക്കാതെ തൊഴാൻ ചെന്ന് കഴിഞ്ഞാൽ ദേവി അവരുടെ കർണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമോ? നല്ല രസമാണ് ചില കാര്യങ്ങൾ, നമുക്ക് ചില ഐതിഹ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ. പക്ഷെ അവിടേക്ക് നിങ്ങൾ ഈ ക്രൂരന്മാരെ ഈ ദേവീ സങ്കല്പങ്ങളെയും ദേവസങ്കല്പങ്ങളെയൊക്കെ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇപ്പം ഇവിടുത്തെ വിഷയം ഇതൊന്നുമല്ല.
ഒരു അത്യാവശ്യം അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ടുള്ള അവർ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവരറിയുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. ചുമ്മാ കയറി ചൊറിയുക, ചുമ്മാ കയറി ഒരു ഷോ അണിയുക, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സംഗതിയൊന്നുമില്ല. എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ വ്യക്തിയാണ്. അപ്പൊ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. പുരുഷനെ കെട്ടണ്ടേ? ഞാൻ സ്ത്രീയായി മാറിയ വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ആ കൂട്ടത്തിൽ ബാക്കിയുള്ള ആൾക്കാർ നിൽക്കാൻ പാടില്ല. ഐതിഹ്യമൊക്കെ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ വേഷം കെട്ടിയ പുരുഷന്മാരവിടെ വരാൻ പാടുള്ളൂ. പക്ഷെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളൊക്കെ സ്ത്രീ വേഷം കെട്ടിയ പുരുഷന്മാരാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതടിസ്ഥാനത്തിലാണ് ഇവിടെ വരാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ഇവർ പ്രസിദ്ധമായതുകൊണ്ട് ഇവരുടെ മതമാണോ പ്രശ്നം? നമ്മുടെ നാട്ടിൽ അതൊക്കെ ഇപ്പോൾ വലിയ പ്രശ്നമാണേ. മനുഷ്യന്മാർ തമ്മിൽ പരസ്പര സ്നേഹത്തിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മാപ്പ് പറയണം. എന്താ ഇപ്പോൾ സംഭവം? മോഹൻലാല് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഇറങ്ങിയിരിക്കുക. അങ്ങനെ മമ്മൂട്ടി മാപ്പ് പറയണം. ദൈവങ്ങളെല്ലാം ഒന്നാണെങ്കിൽ എന്തിനാ പിന്നെ ഏത് ദൈവത്തോടെ പ്രാർത്ഥിച്ചാലെന്ത്, ഏത് ദൈവത്തിനടുത്ത് പോയാലെന്ത്? ഇങ്ങനെയല്ലേ നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ഈ ആർഗ്യുമെൻ്റ് ഒക്കെ നടത്തുമ്പോഴേക്കും നമ്മൾ ചോദിക്കും, ഏത് ദൈവമാണ് സൃഷ്ടിച്ചത്? അപ്പോൾ ഞങ്ങളുടെ ആണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ തള്ളികളാണല്ലോ. അപ്പോൾ ബാക്കിയുള്ള വിശ്വാസം തെറ്റാണെന്ന് പറയണം. അപ്പം അന്നേരം ഇവരൊരു ഇരട്ടത്താപ്പ് എടുക്കും. എല്ലാ ദൈവങ്ങളും ഒന്നാണ്, പലര് പല രീതിയിൽ കാണുന്നു, പക്ഷേ എല്ലാം ചെല്ലുന്ന ഒരാളിലേക്കാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് സംഭവമെങ്കിൽ ശബരിമല ശാസ്താവിലൂടെ പ്രാർത്ഥിച്ചാലും ചെല്ലുന്ന ഒരു ദൈവത്തിലല്ല, അല്ലെങ്കിൽ ശബരിമല ശാസ്താവിലൂടെ പ്രാർത്ഥിച്ചാലും ചെല്ലുന്നതും മമ്മൂട്ടിയുടെ ആചാരമനുസരിച്ച് പ്രാർത്ഥിച്ചാൽ ചെല്ലുന്നതും ഒരേ ദൈവത്തിലേക്കല്ലേ. പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ അടുത്ത താപ്പെടുത്തു അത് പറ്റില്ല. അങ്ങനെ ആ മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാ ചെയ്തെങ്കിൽ മമ്മൂട്ടി മാപ്പ് പറയണം. എൻ്റെ ദൈവം ഇതാ പറഞ്ഞു, ഇത്രയും അധികം ദൈവത്തെ നാണം കെടുത്തുന്ന ഒരു കൂട്ടര് വിശ്വാസികളല്ലാതെ വേറെ ആരുമില്ല. കാരണം ഇത്രയും ശക്തനായ ദൈവത്തിന് മുന്നിൽ ഒരാൾ വേഷം മാറി വന്നു, അതാണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി ദൈവത്തിനുണ്ട്, അല്ലേ? ഉണ്ടാവണമല്ലോ. എനിക്കറിയില്ല കേട്ടോ, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. വിശ്വാസികളോടെ ഞാൻ ചോദിക്കുന്നത്, ആ കപ്പാസിറ്റി അവിടെ ഇരിക്കുന്ന ദൈവസങ്കല്പത്തിനുണ്ട് എങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ കഷ്ടപ്പെട്ട് വെരിഫൈ ചെയ്യുന്നത്? അപ്പോൾ അതിനവർ പറയുന്ന റീസൺ കേട്ടോ കേട്ടോ. ഞാന് നോർമലി എവിടെ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ നമുക്ക് സന്തോഷമാണ്. വളരെ വളരെ നല്ല കാര്യം. പക്ഷേ പബ്ലിക്കിൽ നിങ്ങൾ വിളക്കുമായിട്ട് വരുന്ന ആളാണ്, മനസ്സിലായോ? അതൊരു ഐതിഹ്യത്തിന് വളരെ ഐതിഹ്യത്തിന് വളരെ മോശമായ കാര്യമാണ്, നാടിന് ദോഷമാണ്. എന്നാ ടോക്സിക് ആണോ ഇതൊക്കെ? ഇതൊന്നും നിങ്ങൾ സത്യത്തിൽ ഇതൊക്കെ ദൈവത്തിനെ തലയെ കൊണ്ടിടുന്നത് എന്തിനാണെന്നറിയാമോ? അല്ലെങ്കിൽ ദൈവസങ്ങളുടെ തലയെ കൊണ്ടിടുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ കാണാൻ വേണ്ടിയാണ്. നിങ്ങൾ വലിയ സംരക്ഷകരാണ് ചെന്ന്. ഇപ്പോൾ സംഭവം വേറൊന്നുമല്ല, സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് ചൊറിയണം. ആ ചൊറിയാൻ വേണ്ടി വിളക്കെടുത്തില്ലെങ്കിൽ കൂപ്പൺ ഉണ്ടോ, വീഡിയോ കാണിച്ച് വെരിഫൈ ചെയ്യണം. എന്തൊക്കെ അവസ്ഥയാണ്. പിന്നെ ഐതിഹ്യം, ചിലപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഐതിഹ്യം അറിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ കാലി മേയ്ക്കുന്ന കുറേ ആളുകൾ, അങ്ങനെ ആ മേയ്ച്ചിരുന്ന ആളുകൾക്ക് ഒരു ദിവസം ഒരു തേങ്ങ കിട്ടി. ആ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും രക്തം വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഐതിഹ്യകർക്കും ഈ രക്തം വരുന്ന പരിപാടിയുണ്ട്. പാറമേൽ തട്ടുമ്പോൾ രക്തം വരിക, കൂവത്താഴം അല്ലെങ്കിൽ കോത്താഴം എന്ന് പറയുന്ന ആ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടൊരു ഐതിഹ്യം അങ്ങനെയാണ്. കിഴങ്ങെടുക്കുന്നതിന് വേണ്ടി കുഴിയെടുക്കുമ്പോൾ രക്തം വന്നു. അപ്പം അതേപോലുള്ള ചില സംഭവങ്ങളിൽപ്പെട്ടാണ് ഈ രക്തം വരല്. ഉടൻ തന്നെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇത് ഒരു പ്രത്യേക ശക്തിയുള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അവിടെ അവർ അന്നത്തെ കാലത്ത് ഈ ഓലയൊക്കെ വെച്ചിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കി അവിടെ പ്രാർത്ഥനയും പൂജയൊക്കെ തുടങ്ങി. ബാലികമാർ പൂമാല കൊരുത്ത് വിളക്കെടുക്കുന്ന പോലുള്ളൊരു ആചാരം ഒന്നുണ്ടായിരുന്നു. അതിനനുകരിച്ചുകൊണ്ട് തന്നെ ഈ കാലി മേയിച്ചിരുന്ന ആളുകൾ അവർ പെൺവേഷത്തിൽ ഇതേ കാര്യം തന്നെ ചെയ്തിരുന്നു. ഇതാണ് പിന്നീട് ആചാരമായിട്ട് മാറിയത്. ഈ ഐതിഹ്യത്തിന് മുന്നിലും പിന്നിലും ആരും പ്രത്യേകിച്ച് ഇൻസ്ട്രക്റ്റ് ഒന്നും ചെയ്ത കാര്യമൊന്നുമല്ല. അതായത് ഇങ്ങനെ വന്നാലേ പ്രീതി ഉണ്ടാകും എന്ന് പറഞ്ഞ് ചെയ്ത കാര്യമല്ല. അല്ലാതെയും അവിടെ ആളുകൾ വന്നാൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുരുഷവേഷം കെട്ടി നിൽക്കുന്ന പുരുഷന്മാരവിടെ പോകാൻ പാടില്ലാത്തതാണ്, അല്ലേ? ആചാരലംഘനം, നാട്ടുകാർക്ക് ശാപം. അപ്പം ഈ സ്ത്രീ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ സ്ത്രീയായി മാറിയ ആളാണ്, പക്ഷെ അവർക്ക് ആ ഭക്തി ഉണ്ട് എങ്കിൽ അവരവിടെ പോയി തൊഴുന്നതിൽ എന്താണ് പ്രശ്നം? ബാലികമാരോടെ ചെയ്തിരുന്ന കാര്യമല്ല. അവര് വേഷം കെട്ടി വന്നവരല്ല, ബാലികമാരായിരുന്നു. പിന്നെന്താണ് പ്രശ്നം ഇവർക്ക് വന്നു കഴിഞ്ഞാൽ? അപ്പോൾ ഇതൊക്കെ
എന്താ പറയുക, ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കോലാഹലം ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കാണുമ്പോഴുണ്ടാകുന്ന ചില ചൊറിച്ചിൽ, അത്രയേ ഉള്ളൂ. അപ്പം എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്, അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.